ഹലോ, നമസ്കാരം. നമ്മളിന്നേ നമ്മുടെ ഹിമാലയൻ ഫോർ വീലറിലാണ് കേട്ടോ. നമ്മൾ എന്തിനാണ് വണ്ടിയിൽ കയറി ഇരിക്കുന്നതെന്ന് അറിയാമോ? ഈ ഹിമാലയനുള്ള ആൾക്കാരുടെ പലരുടെയും ഡൗട്ടാണ് ഇതിൽ ടൈം എങ്ങനെ സെറ്റ് ചെയ്യുന്നതെന്ന്. ഇച്ചിരി പാടാണോ എന്ന് ചോദിച്ചാൽ ഇച്ചിരി പാടാണ്, പക്ഷേ ഒന്നുമില്ല. ഒരു തവണ നമ്മൾ ഇത് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ഈസിയാണ്. സ്പീഡോമീറ്ററും കാര്യങ്ങളൊക്കെ ഈ കാണാവുന്നതാണ്. ശരിക്കും ഒരു വിമാനത്തിൻ്റെ ഉള്ളിൽ എന്തൊക്കെയുണ്ടോ അതുപോലെയൊക്കെയാണ് ഇരിക്കുന്നത് കേട്ടോ. ഒത്തിരി ബട്ടണും കാര്യങ്ങളൊക്കെ കണ്ട് ആരും പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. എല്ലാ ആവശ്യത്തിനുള്ള മാത്രമേ ഉള്ളൂ. 3 ബട്ടണാണ് മെയിനായിട്ട് വരുന്നത്. ഒന്ന് സെലക്റ്റാണ്, പിന്നൊന്ന് മോഡാണ്, പിന്നെ ഇത് ABSൻ്റെ കേട്ടോ. നമുക്ക് ABS ഓണും ഓഫും ചെയ്യാൻ പറ്റും. ABS ഓഫ് ചെയ്തിട്ട് നമുക്ക് ഓടിക്കാൻ പറ്റും, ABS ഓണാക്കി ഓടിക്കാൻ പറ്റും, അങ്ങനെ കേട്ടോ. ABS ആൾറെഡി നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഓണായി വരുന്നത്. ABS നമുക്ക് ഓഫ് ചെയ്തിടാൻ പറ്റും. അപ്പോൾ നമ്മുടെ മെയിൻ കേസ് ഇപ്പോൾ ടൈമാണ്. ഇപ്പോൾ 10:58 AM കാണിക്കുന്നത് കേട്ടോ. 10:58 AM. നമ്മൾ ടെമ്പറേച്ചറൂടെ കാണിക്കുന്നുണ്ട്. ഓഡോമീറ്ററിൻ്റെ എത്ര ഓടിയെന്ന് കാണിക്കുന്നുണ്ട്. നമ്മുടെ ട്രിപ്പ് 3 ട്രിപ്പ് വരുന്നുണ്ട്. ട്രിപ്പ് A, B, പിന്നെ F കേട്ടോ. നമ്മുടെ വണ്ടി റിസർവ് ആയി കഴിഞ്ഞാൽ എത്ര ഓടുന്നതാണ് ട്രിപ്പ് F വരുന്നത്. അപ്പോൾ അത് കാണിക്കുന്നുണ്ട്. പിന്നെ സൈഡ് സ്റ്റാൻഡാണ് ഇപ്പോൾ ഞാൻ കിടക്കുന്ന സൈഡ് സ്റ്റാൻഡിലാണ്. അപ്പോൾ സൈഡ് സ്റ്റാൻഡ് ഒരു ഇൻഡിക്കേഷൻ കാണിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ വിഷയം എന്ന് പറയുന്നത് നമ്മുടെ ടൈമാണ്. ഇപ്പോൾ ടൈം എങ്ങനെയാണ് നമ്മൾ സെറ്റ് ചെയ്യുന്നതെന്നാണ് നമ്മൾ നോക്കുന്നത്. അതിന് മുമ്പ് ഞാൻ പറഞ്ഞില്ലേ, ഇതേവിടെ ട്രിപ്പ് Aയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ ട്രിപ്പ് Aയും കാര്യങ്ങളൊക്കെ എങ്ങനെ മാറ്റാൻ അറിയാമോ? അതൊക്കെ അറിയാവുന്ന കേസാണ്, എന്നാലും പറഞ്ഞേക്കാം. ഈ സെലക്ട് ബട്ടണിൽ പ്രസ് ചെയ്യുമ്പോൾ നോക്കിയാൽ മതി. ട്രിപ്പ് A ആവറേജ്, ട്രിപ്പ് B ആവറേജ്, ട്രിപ്പ് A. ഓക്കെ, ഈ ട്രിപ്പ് Aയും ട്രിപ്പ് Bയും മാത്രമേ ഇപ്പോൾ കാണിക്കൂ. കാരണം എൻ്റെ ഫ്യൂലുണ്ട്, ഹാഫ് ടാങ്ക് കിടക്കുകയാണ്. ഫ്യൂല് ഈ ലൈന് വൈറ്റ് ലൈന് താഴെ വരികയാണെങ്കിൽ ട്രിപ്പ് F വരും, അതായത് റിസർവിൻ്റെ ആ ഒരു പോയിൻ്റ് വരും. ഓക്കെ, പിന്നെ നമ്മൾ പെട്രോൾ അടിച്ചാൽ മാത്രമേ ഈ ട്രിപ്പ് Aയും Bയും വരും. അപ്പോൾ അതാണ് അങ്ങനെയാണ് സെലക്ട് ചെയ്യുന്നത് കേട്ടോ. ഈ സെലക്ട് ബട്ടണിൽ മാറ്റിയാൽ മാത്രം അത് മാറ്റാൻ പറ്റും. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് ഈ ട്രിപ്പ് Aയും Bയും മാറ്റുന്നത്. ഇനി നമുക്ക് ടൈം സെറ്റ് ചെയ്യുന്നത് എങ്ങനെ നോക്കാം. ഓക്കെ, ഈ ടൈം സെറ്റ് ചെയ്യാൻ വേണ്ടി ആദ്യം നമ്മൾ ചെയ്യേണ്ടത് അറിയാമോ? ഈ മോഡ് ബട്ടൺ കണ്ടോ? ഈ മോഡ് ബട്ടണും ഈ സെലക്ട് ബട്ടണും ഒരേ സമയം ഒരുപോലെ പ്രസ് ചെയ്ത് പിടിക്കണം. ഇപ്പോൾ നമ്മൾ 10:59 AM കിടക്കണം കേട്ടോ, AM ആണ്. അപ്പോൾ നമ്മൾ ഈ മോഡ് ബട്ടണും സെലക്ട് ബട്ടണും ഒരേ സമയത്ത് പ്രസ് ചെയ്ത് പിടിക്കുകയാണ്. ബട്ടണൊക്കെ നല്ല പ്രസ് ചെയ്താൽ താരും കേട്ടോ. നല്ല ഹെവി സാധനം പോലെ അടിക്കുന്നത്, കല്ല് പോലെ അടിക്കുന്നത്. അപ്പോൾ എന്തായാലും നോക്കാം, വ്യത്യാസം ഉണ്ടോ നോക്കണേ. കണ്ടോ? ഒരേ സമയം മോഡിലും സെലക്റ്റിലും പ്രസ് ചെയ്ത് പിടിച്ചപ്പോൾ നമ്മളിപ്പോൾ 10:59 മാറി 11 ആയിരുന്നു. അപ്പോൾ 11-ലെ ആ മണിക്കൂർ പോയിൻ്റ്, അത് 11 ആ ഒരു പോയിൻ്റ് ബ്ലിങ്ക് ചെയ്യുന്നുണ്ടോ? ശ്രദ്ധിച്ചായിരുന്നോ? ബ്ലിങ്ക് ചെയ്യണം. ഇനി ഇത് 11 നമുക്കിത് 12 ആക്കണമെന്ന് എന്താ ചെയ്യേണ്ടതെന്ന് അറിയാമോ? പിന്നെ നമുക്ക് ഈ മോഡിൻ്റെ ആവശ്യമില്ല. പിന്നെ നമ്മൾ ഈ സെലക്ട് ബട്ടനാണ് പ്രസ് ചെയ്യേണ്ടത്. വീണ്ടും നമ്മൾ സെലക്ട് ബട്ടണിൽ പ്രസ് ചെയ്യുമ്പോൾ കണ്ടോ 12, 1, 2 ഞാൻ പ്രസ് ചെയ്യാം, 3, 4 അങ്ങനെ നമുക്ക് ആ ഒരു പോയിൻ്റ് മാറ്റാൻ പറ്റും. ഇനി അത് കഴിഞ്ഞ് നമുക്ക് അത് മാറ്റിയിട്ട് നമുക്ക് അടുത്ത മിനിറ്റ് തൊട്ടടുത്ത് കാണുന്നത്. അപ്പോൾ 5 AM കാണിക്കുന്നത് അല്ലേ? അപ്പോൾ 5:05 അല്ലെങ്കിൽ 5:10 ആക്കണമെങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ അടുത്ത വീണ്ടും സെലക്ട് ബട്ടണിൽ പ്രസ് ചെയ്ത് പിടിക്കണം കേട്ടോ. ജസ്റ്റ് പ്രസ്സിങ് അല്ല, പ്രസ് ചെയ്ത് അങ്ങനെ കൈവച്ചുകൊണ്ടിരിക്കണം. 5ൻ്റെ അത് മാറിയിട്ട് മിനിറ്റിൻ്റെ അവിടത്തേക്കാണ് ബ്ലിങ്ക് ചെയ്യുന്നത്. ഉടനെ തന്നെ നമ്മളത് മാറ്റിയാണ് നമ്മൾ 5:05 ആക്കുക കേട്ടോ. നമ്മൾ 5:05 ആക്കുക കേട്ടോ. വീണ്ടും പ്രസ് ചെയ്ത് പിടിക്കുക. 1, 2, 3, 4, 5. ഇപ്പോൾ 5:05 ആയി കണ്ടോ. അപ്പോൾ നമ്മുടെ ടൈം ഇപ്പോൾ നമ്മൾ 5:05 ആണെങ്കിൽ 5:05 ആയി കേട്ടോ. ഫസ്റ്റ് മാത്രമേ മോഡും സെലക്റ്റും ഉള്ളൂ, പിന്നീട് നമുക്കെല്ലാം സെലക്റ്റാണ്. അപ്പോൾ 5:05 ആയി. ഇപ്പോൾ നമുക്ക് AM മാറ്റാൻ പറ്റും. AM അല്ല, നമുക്കവിടെ PM ആണ് വേണ്ടെങ്കിൽ എന്ത് ചെയ്യും? വീണ്ടും നമ്മൾ സെലക്ട് ബട്ടണിൽ ലോങ് പ്രസ് ചെയ്യണം കേട്ടോ. കണ്ടോ? ലോങ് പ്രസ് ചെയ്തപ്പോൾ AM വന്നു. AM ബ്ലിങ്ക് ചെയ്യാണ്. അപ്പോൾ നമുക്കിനി AM മാറ്റി ജസ്റ്റ് ഒന്ന് സെലക്റ്റിൽ പ്രസ് ചെയ്യുമ്പോൾ കണ്ടോ AM, PM, AM, PM. ഇത്ര കേസേ ഉള്ളൂ. കഴിഞ്ഞു. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം വീണ്ടും സെലക്ട് ബട്ടണിൽ ഒന്ന് ലോങ് പ്രസ് ചെയ്താൽ മതി. കണ്ടോ? സെറ്റായി. എല്ലാം കഴിഞ്ഞതിന് ശേഷം സെലക്ട് ബട്ടണിൽ വീണ്ടും നമ്മൾ ലോങ് ആയിട്ട് പ്രസ് ചെയ്യുമ്പോഴത്തേക്ക് നമ്മുടെ ടൈം സെറ്റായി. ഇപ്പോൾ 5:05 PM ആയി. മനസ്സിലായോ? ഒന്നുകൂടെ ഞാൻ കാണിച്ചു തരാം. നമുക്കിതിപ്പോൾ 6:10 AM ആക്കാം. ഓക്കെ, ഫസ്റ്റ് നമ്മൾ ടൈം മാറ്റാൻ വേണ്ടി മോഡ് സെലക്ട് ഒരേ സമയത്ത് ലോങ് പ്രസ് ചെയ്യുന്നു. ഓക്കെ, 5 മാറിയിട്ടുണ്ട്. ഇനി നമ്മൾ സെലക്ട് ബട്ടണിൽ പോയിട്ട് ഒരു തവണ പ്രസ് ചെയ്യുമ്പോഴത്തേക്ക് 6 ആയി. ഇനി നമുക്ക് 6:10 ആക്കേണ്ടത്. വീണ്ടും സെലക്ട് ബട്ടണിൽ ഒരു തവണ പ്രസ് ചെയ്യേണ്ടത് ലോങ് പ്രസ്സാണ്. ലോങ് പ്രസ് വന്നപ്പോഴത്തേക്ക് 6 കഴിഞ്ഞിട്ട് അതിൻ്റെ 6 കഴിഞ്ഞ് അടുത്ത ഭാഗത്തായിട്ട് 5 ബ്ലിങ്ക് ചെയ്യുന്നുണ്ടോ? ആ മിനിറ്റിൻ്റെ പോയിൻ്റ് ബ്ലിങ്ക് ചെയ്യുന്നുണ്ട്. വീണ്ടും നമ്മൾ സെലക്ട് ബട്ടണിൽ 6, 7, 8, 9, 10 കേട്ടോ. പ്രസ് ചെയ്ത് 10ലേക്ക് എത്തി. 6:10 ആയി. ഇനി നമുക്ക് PM മാറ്റി AM ആക്കണം. വീണ്ടും നമ്മൾ എന്താ ചെയ്യുന്നത്? സെലക്ട് ബട്ടണിൽ ലോങ് പ്രസ് കണ്ടോ, PM ബ്ലിങ്ക് ചെയ്യുന്നുണ്ടോ? ഇനി നമ്മൾ സെലക്ട് ബട്ടണിൽ
ഒറ്റ പ്രസ്സിങ് PM മാറി AM-ലോട്ട് മാറിയിട്ടുണ്ട്. ഇത്ര കേസേ ഉള്ളൂ, സിമ്പിളാണ്. ഇത് വലിയ സംഭവമൊന്നുമല്ല കേട്ടോ. ഒരു തവണ നമ്മൾ സെറ്റ് ചെയ്ത് നോക്കിയാൽ മതി. ഇപ്പോൾ നമ്മുടെ വണ്ടിയിലെ ടൈമൊക്കെ മാറിയിരിക്കുകയാണെങ്കിൽ നിങ്ങളിതുപോലെ ഒന്ന് സെറ്റ് ചെയ്ത് നോക്കൂ, ഈസിയാണ്. അപ്പോൾ ഹിമാലയൻ 411-ൻ്റെ ടൈം സെറ്റ് ചെയ്യുന്ന കാര്യമാണ് പറഞ്ഞത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. ലൈക്ക് ചെയ്യാതെ പോകരുത്. നിങ്ങൾ തരുന്ന സപ്പോർട്ടാണ് പുതിയ ഓരോ വീഡിയോയും ചെയ്യാൻ നമുക്ക് പ്രചോദനമാകുന്നത്. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി അടുത്ത ദിവസം കാണുന്നവരേക്കും ഗുഡ് ബൈ.